ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ നമ്മുടെ നേവി ലോൺസിൻ്റെ ഒരു റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ നേവി ലോൺസ് എങ്ങനെ അപ്ലൈ ചെയ്യാം, നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും അറിയാം, ഓൺലൈനിൽ നമുക്ക് ഇഷ്ടം പോലെ പേഴ്സണൽ ലോൺ, അതായത് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാവുന്ന പേഴ്സണൽ ലോൺ ആപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ആക്ച്വലി നിങ്ങൾക്ക് ശ്രദ്ധിക്കണം, ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾ ഒരു ലോൺ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് RBI അപ്രൂവ് ചെയ്ത ആപ്പാണോ എന്നാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതുപോലെ തന്നെ പിന്നെ റേറ്റിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇഷ്ടംപോലെ നോക്കാൻ പറ്റും. ഇപ്പോൾ RBI സൈറ്റിൽ പോയിട്ട് അവരുടെ രജിസ്റ്റർ സംഭവങ്ങളൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ നേവിയുടെ കാര്യം പറഞ്ഞെങ്കിൽ നേവി അപ്രൂവ് ചെയ്ത RBI അപ്രൂവ് ചെയ്തൊരു ആപ്പ്, ഒരു NBFC തന്നെയാണ് നേവി ലോൺസ് എന്ന് പറയുന്ന സംഭവം. ആക്ച്വലി ഇവർക്ക് ലോൺസ് മാത്രമല്ല, ഇവർക്ക് ഇൻഷുറൻസും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഒരു വലിയ കമ്പനി തന്നെയാണ് അത് നേവി ലോൺസ് പറയുന്നത്. നിങ്ങൾക്ക് ഇവരുടെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാലും നല്ല റേറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ ആക്ച്വലി നമുക്ക് ഹോം ലോൺസ് അതുപോലെ തന്നെ ക്യാഷ് ലോൺസ്, അതായത് പേഴ്സണൽ ലോണും സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഓവറോൾ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് സംഭവങ്ങളൊക്കെ പറയുകയാണെങ്കിൽ 9.9% പെർ ആനം തൊട്ടാണ് ആക്ച്വലി ഇവരെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഓൺവേർഡ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി. നമ്മുടെ ഇൻട്രസ്റ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ആണ്. നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും, സിബിൽ സ്കോർ കുറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. അത് നമുക്ക് കറക്റ്റ് എല്ലാം പറയാൻ പറ്റില്ല. നിങ്ങൾ ബാങ്കിൽ നിന്ന് എടുത്താലും എല്ലാം അതുപോലെ തന്നെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ സിബിൽ സ്കോർ ബേസിസ് ആണ് കേട്ടോ. പിന്നെ ഇതിന് ഫോർക്ലോസിങ് ചാർജ് ഇല്ല, പ്രീ ക്ലോസ് ചാർജും ഇല്ല, ക്ലാസ് ചാർജും ഇല്ലാണ്. അതൊരു നല്ലൊരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് പ്രോസസ്സിംഗ് ചാർജും ഇവർ നില്ലാണ്, 0 പ്രോസസ്സിംഗ് ചാർജാണ് അവർ എടുക്കുന്നത്. അപ്പോൾ അതും ഒരു ബെറ്റർ സംഭവം ഡീൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ലോൺ ടെനർ നമുക്ക് മാക്സിമം 72 മാസം വരെ നമുക്ക് കിട്ടുന്നുണ്ട്, അതായത് ഒരു 6 ഇയർ വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു ബെസ്റ്റ് സംഭവമാണ്. പിന്നെ ഒരു മാക്സിമം ലോൺ കൊടുക്കുന്നത് നമുക്ക് എന്താ വെച്ചാൽ 20 ലക്ഷം വരെയൊക്കെ ഒരു പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. 5,000 തൊട്ട് 20 ലക്ഷം വരെയൊക്കെ ഒരു പേഴ്സണൽ ലോൺ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവർ പറയുന്ന സിബിൽ സ്കോർ എന്ന് 650 അബോവുള്ള സിബിൽ സ്കോറിൽ എല്ലാവർക്കും ഇവർ ആക്ച്വലി ലോൺ കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനും താഴെയാണെങ്കിൽ പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകണ്ട, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, നമ്മൾ ഇതിൻ്റെ ഒരു ക്യാഷ് ലോണിൻ്റെ ഒരു EMI എങ്ങനെ ഞാൻ നേവി ലോൺസിൻ്റെ EMI എങ്ങനെ വരുന്നത് ഞാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, ഞാൻ ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ആക്ച്വലി വേണമെങ്കിൽ നമുക്കൊരു 10,000 കൊടുക്കാം. നമ്മളൊരു 10,000 കൊടുത്തു. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് ഞാൻ പറഞ്ഞല്ലോ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് നല്ല സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 9.9% തന്നെ കിട്ടും. അപ്പോൾ ഞാൻ അത് തന്നെ ഇടുകയാണ്, 9.9% ഇടുന്നത്. നിങ്ങൾക്ക് ഒരു കൊല്ലത്തേക്കാണ് ലോൺ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ 12 മാസം ഇട്ടു. അപ്പോൾ നിങ്ങൾക്ക് EMI വരിക 879 രൂപയാണ് നമുക്ക് EMI വരിക. അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് 548 രൂപ ടോട്ടൽ നമ്മൾ അടച്ചു കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് നമ്മളെന്ന് പിടിക്കുക. അതായത് നമ്മൾ 10,000 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10,548 രൂപ ടോട്ടൽ അടക്കേണ്ടി വരും. അതാണ് EMI വരിക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 9.59% നിങ്ങൾക്ക് ഒരു EMI അല്ല, നിങ്ങൾക്കൊരു സിവിൽ സ്കോർ ഒരു ആവറേജ് ഉള്ളതെന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 16%-ഒക്കെയാണ് ചിലപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മുടെ നോർമൽ നേരത്തെ ഉണ്ടാകുന്ന മന്ത്ലി EMI മാറി 907 ആവും. ടോട്ടൽ ഇൻട്രസ്റ്റ് 884 രൂപയാവും. നേരത്തെ നമുക്ക് 400 ആവുന്നുള്ള ഓൾമോസ്റ്റ് തന്നെ ഡബിളായി. അപ്പോൾ അതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറുമ്പോഴുള്ള ഡിഫറൻസ്. പക്ഷേ എന്നാലും വലിയ ഹെവി ഞാൻ പറയില്ല. എന്ന് വെച്ചാൽ 10,000 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 10,854 രൂപ തിരിച്ചടക്കാൻ പറ്റും. അതാണ് ഇവരുടെ ഞാനൊരു ഏറ്റവും ഈസിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 10,000 എടുത്തിട്ടാ. അപ്പോൾ അതാണ് ഇവരുടെ ഒരു EMI കാൽക്കുലേറ്റർ അല്ലെങ്കിൽ EMI എമൗണ്ടിൻ്റെ വരികയാണുള്ള സംഭവം നമ്മൾ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അപ്ലൈ പ്രൊസീജിയറൊക്കെ ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് ഞാൻ എന്തായാലും നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് വരെ ആപ്പിലേക്ക് പോകാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലോഗിൻ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, പാൻ കാർഡ് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാണെങ്കിൽ നിങ്ങൾ KYC ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നാഷ് ഫോം അല്ലെങ്കിൽ മാൻഡേറ്റ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ നെറ്റ് ബാങ്കിങ് വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, 1 രൂപ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. അതായത് അവർക്ക് EMI ഇവർ ആക്ച്വലി നോർമലി EMI ഓട്ടോ ഡെബിറ്റ് സംഭവങ്ങൾ ഫീച്ചറാണ് ചെയ്യാറ്. അതിൻ്റെ ബേസിസിൽ ചെയ്യേണ്ടതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടാണ് ഒരു മാക്സിമം എല്ലാ ബാങ്കിൻ്റെയും ലോൺ പ്രൊസീജിയർ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആവാൻ ചിലപ്പോൾ മാക്സിമം 5 to 6 വർക്കിംഗ് ഡേയ്സ്, 3 to 5 ആവാണ് നോർമലി വരാറ്. വർക്കിംഗ് ഡേയ്സ് ആണ്, നിങ്ങൾ സൺഡേ സാറ്റർഡേ നോക്കരുത്, വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കാറ് കേട്ടോ. അതാണ് ഒരു ഓവറോൾ ഡീറ്റെയിൽസ്. പിന്നെ ഞാൻ റിവ്യൂ എന്ന് പറയുന്നത് നമ്മളെന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ മണിവ്യൂ ലോൺസും നേവി ലോൺസും ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ ഓൺലൈൻ പേഴ്സണൽ ലോൺ ആപ്പിൽ ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്കൊരു ലോൺ നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 നോക്കിയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങൾ പോയാൽ മതിയിട്ട്. അപ്പോൾ നിങ്ങളൊരു ലോൺ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലിങ്ക് നമ്മുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹോം ലോണും കൊടുക്കുന്നുണ്ട്. ഹോം ലോണിൻ്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ നമുക്ക്
ഞാൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം. 1 crore വരെ കൂടി കൊടുക്കുന്നുണ്ട്. അവർ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത് 8.85% പെർ ആനാണ്. അത് കുറച്ച് കൂടുതലാണ്, മാറ്റിയതും കൂടുതൽ തന്നെയാണ്. ലോൺ എമൗണ്ട് അപ് ടു നമുക്ക് 5 crore വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 30 കൊല്ലം വരെ കിട്ടുന്നുണ്ട്. ഫോർക്ലോസിങ് ചാർജ് 0 ആണ് കേട്ടോ. അപ്പോൾ ഇവരുടെ എല്ലാ ഫോർക്ലോസിങ് ചാർജും അതുപോലെ തന്നെ ബാക്കിയുള്ള ചാർജുകളും ഒക്കെ ഫ്രീ ആണ്. അതൊരു 0 ആണ്. അതൊരു നല്ല സംഭവം തന്നെയാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെയാണ്. നമുക്ക് ഹോം ലോണിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് 25 to 62 ആണ് കേട്ടോ. നേരത്തെ നമ്മളെ 20 to 61 ആയിരുന്നു. ബാക്കി ഇതിന് കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി മറ്റേ സിബിലും കാര്യങ്ങളൊക്കെ വേണ്ടി വരും കേട്ടോ. നല്ല കിട്ടുള്ളൂ. സിബിൽ മാത്രമല്ല, നമുക്ക് ഡോക്യുമെൻറ്റും വേണ്ടി വരും, നമുക്കൊരു സെൽഫി വേണ്ടി വരും, ആധാർ വെരിഫിക്കേഷൻ വേണ്ടി വരും, അഡ്രസ് സംഭവങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ GST റിട്ടേൺ അല്ലെങ്കിൽ IT റിട്ടേൺസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഇവരുടെ ആക്ച്വലി ഇവർക്ക് മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി ഇവരുടെ മ്യൂച്വൽ ഫണ്ട് റെക്കമെൻഡ് ചെയ്യില്ലെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ വേറെ അതർ ബെസ്റ്റ് ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ലോൺസുകൾക്ക് പേഴ്സണൽ ലോൺസ്, ഹോം ലോൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് ലോൺസ് നോക്കാട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാനും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട, എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാം കമൻറ്റ് അപ്ലോഡ് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 2ാം ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. 11 ചാനലിൻ്റെ പേര് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.